प्यारे बच्चों, आदाब। पिछले क्लास में हम मिर्ज़ा गालिब की एक गज़ल पढ़ रहे थे। 4 शेर का मफ़हूम हम पढ़ चुके हैं। इन चारों अशार में गालिब एक मायूस आशिक के दिल की जज्बात बयान करते हैं। अब हम देखेंगे कि बाकी 3 अशार में गालिब क्या क्या कहते हैं। देखिए, अगला शेर देखिए। हम कोई तर्के वफ़ा करते हैं, न सही इश्क मुसीबत ही सही। हम कोई तर्के वफ़ा करते हैं। तर्के वफ़ा, तर्क करना, छोड़ना, ഉപേക്ഷിക്കുക। वफ़ा का माना क्या है? वफ़ा का मतलब है लॉयल्टी, എന്താ പറയുക, സത്യസന്ധത, ആത്മാർത്ഥത, കൂറ് കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. സാധാരണ രീതിയിൽ മുഹബ്ബത്ത് में या इश्क में वफ़ा करना എന്നാണ് പറയുക. സ്നേഹത്തിൽ, പ്രണയത്തിൽ കാണിക്കുന്ന ആ സത്യസന്ധത, ആത്മാർത്ഥത, അതിനെയൊക്കെയാണ് വഫ എന്ന വാക്കുകൊണ്ട് സാധാരണയായി ഗസലുകളിൽ അല്ലെങ്കിൽ ഉറുദു കവിതകളിൽ പരാമർശിക്കുന്നത്. ഹം കോയി തർക്കെ വഫാ കർത്തെ ഹേ, ഹം കോയി തർക്കെ വഫാ കർത്തെ ഹേ. പ്രണയം ഉപേക്ഷിക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. ഹം കോയി വഫാ കർത്തെ ഹേ, ഞാൻ എന്തിനുപേക്ഷിക്കണം, അതാണ്. ആഷിഖ് പൂछता है मैं क्यों वफ़ा यानी इश्क छोड़ूं. न सही इश्क मुसीबत ही सही, न सही इश्क मुसीबत ही सही. आशिक को ये मालूम है कि इश्क बड़ी मुसीबत है, बड़ी मुश्किल है. चाहे जितने भी मुश्किल हो जाए, लेकिन वो इश्क छोड़ने के लिए तैयार नहीं है. तो ये है इस शेर का मतलब. हम कोई तर्के वफ़ा करते हैं, न सही इश्क मुसीबत ही सही. ഇഷ്ക് എന്ന് പറയുന്നത് പ്രണയം എത്രമാത്രം കഠിനമായാലും എത്രമാത്രം ബുദ്ധിമുട്ടേറിയതായാലും പ്രയാസമേറിയതായാലും ഞാനൊരിക്കലും അത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല തന്നെ എന്നാണ് ഗാലിബ് അല്ലെങ്കിൽ കാമുകൻ പറയുന്നത്. गालिब को ये जानते हैं कि इश्क बड़ी मुसीबत की बात है. इश्क की राह में कई मुश्किलात है, लेकिन कितनी भी मुश्किलात का सामना करना पड़े, फिर भी वो अपनी मोहब्बत छोड़ने के लिए तैयार नहीं है. चलिए ये शेर भी हम सुन के देखेंगे चित्रा सिंह की आवाज़ में. अगला शेर देखिए.
हम भी तस्लीम की हो डालेंगे, हम भी तस्लीम की हो डालेंगे, बेनियाजी तेरी आदत ही सही। हम भी तस्लीम की हो डालेंगे, क्या है तस्लीम, क्या है तस्लीम, സലാം करना, സലാം करना വിഷ് ചെയ്യുക. നമ്മൾ സാധാരണ ആളുകളെ കാണുമ്പോൾ അല്ലേ നമ്മൾ വിഷ് ചെയ്യാറുണ്ട്. तो उसको तस्लीम करना या सलाम करना. हम भी तस्लीम की हो डालेंगे, हो डालना ആദത്ത് ബനാന. ആദത്ത് ഇവിടെ രണ്ടാമത്തെ മിസ്രിൽ വരുന്നുണ്ട് ആ വാക്ക്. ആദത്ത് എന്താണ്? ശീലമാക്കുക, പതിവാക്കുക അല്ലേ. സാധാരണ നമ്മൾ ആളുകളുടെ ഒരു എന്താ നല്ല സ്വഭാവ ഗുണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ് ഒരാളെ കാണുമ്പോൾ വിഷ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ചിട്ട് നമ്മൾ പരിചയമുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഹം ഭി തസ്ലീം കി ഹോ ഡാലെങ്കെ, എന്ത് ചെയ്യും? ഞാൻ സലാം പറയുന്നത് അല്ലെങ്കിൽ വിഷ് ചെയ്യുന്നത് ഒരു ശീലമാക്കും, എൻ്റെ പതിവാക്കും. അതെൻ്റെ അല്ലേ മാനേഴ്സിൻ്റെ ഭാഗമാണ്. बेनियाजी तेरी आदत ही सही, लेकिन माशूक क्या करती है? माशूक की आदत क्या है? बेनियाजी है. बेनियाजी क्या है? बेनियाजी കണ്ടാലൊട്ടും മൈൻഡ് ചെയ്യാത്ത അവസ്ഥ, ലാപ്പറവായി. ഇങ്ങനെ ഒരാൾ മുന്നിലുണ്ടെന്നോ ആൾ അടുത്തുകൂടെ പോകുന്നുണ്ടെന്നോ ഒട്ടും ഭാവിക്കാത്തൊരവസ്ഥ. സാധാരണ നമ്മളൊരു നല്ല മാനേഴ്സായിട്ട് കാണുന്നതല്ല അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാഷൂഖ് ഹമേഷ ആഷിഖ് സെ ബേനിയാസി കർത്തി ഹേ. മാഷൂഖ് എപ്പോഴും ആഷിഖിനെ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല, ഒരിക്കലും കണ്ടതായിട്ട് ഭാവിക്കുന്നേ ഇല്ല. വളരെ എന്താണ് ഒരല്പം രസകരമായിട്ട് അതിനെ ഗാലിബ് പറയാണ്. എന്താണ്? ഹംബി തസ്ലീം, നിൻ്റെ സ്വഭാവം, കാമുകിയുടെ സ്വഭാവം എന്നെ കാണുമ്പോൾ കാണാത്ത പോലെ നടക്കുക എന്നുള്ളതാണെങ്കിൽ എൻ്റെ സ്വഭാവം എപ്പോഴും നിന്നെ കാണുമ്പോൾ സലാം പറയുക അല്ലെങ്കിൽ വിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും എന്നാണ്. ഗാലിബ് എന്താണ് ചെയ്യുന്നത്? തൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു നിരാശയാണ്, വേദനയാണ്. പക്ഷേ അത് അല്പം തമാശ കലർത്തി പറയാണ്. ഗാലിബിൻ്റെ കവിതകളുടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മിക്ക ഗാലിബിൻ്റെ ഗസലുകൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വിശദമായിട്ട് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ജീവിതകാലം മുഴുവൻ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കവിയായിരുന്നു മിർസ ഗാലിബ്. പക്ഷേ ആ അവസരത്തിലും എപ്പോഴും പുറമേക്ക് ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്ത ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു മിർസ ഗാലിബ്. ഈ ഒരു ഷെയറും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. तो गालिब इस शेर में माशूक की लापरवाही को एक शूखियाना अंदाज में बयान करते हैं. शूखियाना अंदाज, मिस्चीवियस वे. आशिक सच्चे दिल से मोहब्बत करता है, लेकिन माशूक बेनियाजी अपनी आदत बना रखी है. इसलिए आशिक कहता है कि अगर बेनियाजी तेरी आदत है तो मैं भी तेरी तस्लीम करना मेरी आदत बना रखता हूँ. तो आखिरी शेर देखिए. आखिरी शेर को हम क्या कहते हैं? हाँ, मक्ता कहते हैं. मक्ते की एक खुसूसियत क्या है कि शायर अपना तखल्लुस इस्तेमाल करता है मक्ते में. गज़ल के आखिरी शेर में शायर अपना तखल्लुस, पेन नेम इस्तेमाल करता है. गालिब का तखल्लुस क्या है? गालिब है, लेकिन सबसे पहले उन्होंने अपना तखल्लुस असद रखा करता था. തുടക്കത്തിൽ ആദ്യകാലങ്ങളിൽ ഗാലിബ് അസദ് എന്നാണ് തൻ്റെ തൂലികാനാമം വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ തൂലികാനാമം അസദ് എന്ന് കാണാൻ പറ്റുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ഗാലിബ് എന്നാക്കി മാറ്റുന്നത്. ഈ അടയാളം, ഇങ്ങനെ ഒരു അടയാളം കാണാം. ഇത് എപ്പോഴും തൂലികാനാമത്തിൻ്റെ അല്ലെങ്കിൽ പേരിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നത്, അത് തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. तो देखिए इस मक्ते में या आखिरी शेर में गालिब क्या
कहते हैं। यार से छेड़ चली जाए असद, गर नहीं वस्ल तो हसरत ही सही। यार से छेड़ चली जाए, यार, यार क्या है? हाँ, जिससे हमारी या मेरी यारी है, സ്നേഹം, സൗഹൃദം. ആരോടാണോ സ്നേഹമുള്ളത്? ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാണ്? മാഷൂക്കാണ്. യാർ സെ, മാഷൂക്ക് സെ. छेड़ चली जाए, छेड़ना, छेड़ना क्या है? माशूक को छेड़ना या लड़की को छेड़ना അല്ലേ? നമ്മൾ സാധാരണ രീതിയിൽ പിന്നാലെ ചെന്ന് ശല്യം ചെയ്യുന്ന അതിനെയാണ് ഛേഡന എന്ന് പറയാം. ശല്യം ചെയ്യുക. സാധാരണ അല്ലേ കാമുകന്മാർ അല്ലെങ്കിൽ എന്താണ് പെൺകുട്ടികളുടെ പിന്നാലെ ചെന്ന് ശല്യം ചെയ്യുന്ന അല്ലേ പതിവുണ്ടല്ലോ, അതിനാണ് ഛേഡന എന്ന് പറയുന്നത്. യാർ സെ ഛേഡ് ചലി ജായേ അസദ്, गर नहीं वस्ल तो हसरत ही सही. अगर वस्ल नहीं है, वस्ल क्या है? मिलन. इश्क में दो बात है, एक वस्ल है, दूसरी जुदाई है. അല്ലേ? ഇഷ്കിൽ രണ്ട് കാര്യമാണ് നടക്കുക. ഒന്ന് ആ ഇഷ്കിൻ്റെ ഒരു വിജയമാണ് അല്ലേ, രണ്ടുപേര് തമ്മിലുള്ള കൂടിച്ചേരലാണ്. മറ്റൊന്ന് വേർപിരിയലാണ്, വിരഹമാണ്, ജുദായിയാണ്. तो यहाँ आशिक को ये मालूम है कि उसका इश्क नाकाम हो जाएगा. तो गर नहीं वस्ल, मुझे जानता है कि वस्ल नहीं होगा, मिलन नहीं होगा, फिर भी क्या है? फिर भी यार से छेड़ते चले जाएंगे. എന്നാലും നിരന്തരം ഈ കാമുകിയോട് പിന്നാലെ ചെന്ന് പ്രണയാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിർത്താൻ ഭാവമില്ല എന്നാണ്. അറിയാം ഒരിക്കലും ഈ പ്രണയം വിജയിക്കില്ല. പക്ഷേ എന്താണ് तो अगर नहीं वस्ल तो हसरत ही सही. अगर वस्ल नहीं, अगर मिलन नहीं है तो मुझे हसरत भी मिल जाएंगे या हसरत ही मिल जाएंगे. എന്താണ് ഹസ്രത്ത്? क्या है? ഹസ്രത്ത് ദുഃഖമാണ്. സാധാരണ ദുഃഖമല്ല, നഷ്ടദുഃഖം എന്ന് നമ്മൾ പറയും അല്ലേ? എന്തെങ്കിലും അതിയായി ആഗ്രഹിച്ച് അത് കിട്ടാതെ പോകുമ്പോഴുള്ള ദുഃഖത്തിനെയാണ് നമ്മൾ ഉറുദുവിൽ ഹസ്രത്ത് എന്ന് പറയുന്നത്. तो गालिब को मालूम है या आशिक को मालूम है मुझे हसरत मिल जाएगी. അപ്പോൾ ആ നഷ്ടദുഃഖം പോലും എന്താണ് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ഈ നിന്നോടുള്ള സ്നേഹം ഞാൻ ഒരിക്കലും കുറക്കില്ല എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. तो यार से छेड़ चली जाए असद, गर नहीं वस्ल तो हसरत ही सही. ആ ഹസ്രത്താണെങ്കിലും ആ നഷ്ടദുഃഖമാണെങ്കിലും കൂടി ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളാം. गालिब इस शेर में एक मायूस आशिक के दिली जज्बात बयान करते हैं. आशिक को माशूक से दिल से मोहब्बत है, मगर माशूक बड़ी लापरवाही करती है. इसलिए आशिक यह फैसला कर लेता है कि उसको इसी तरह छेड़ते रहूँगा. अगर उसका प्यार नहीं मिल जाए तो हसरत ही मिल जाए. तो प्यारे बच्चों, उम्मीद रखता हूँ कि मिर्ज़ा गालिब की इस गज़ल के तमाम अशार के मफ़हूम आप अच्छी तरह समझे होंगे. इन तमाम अशार के मफ़हूम आपको एक नोटबुक में लिखना होगा और पढ़ना भी होगा. और एक सवाल सरगर्मी के तौर पर आपके लिए एक सवाल भी है. सवाल ये है, गज़लों में विसाल की खुशी से ज़्यादा जुदाई के गम का बयान ज़्यादा मौसर है. इस कौल से आप कहाँ तक मुत्तफ़िक है? इस पर अपने ख़यालात वाज़े कीजिए. गज़लों में विसाल की खुशी से ज़्यादा जुदाई के गम का बयान ज़्यादा मौसर है. ഗസലുകളിൽ വിസാൽ കി ഖുഷി, കൂടിച്ചേരലിൻ്റെ സന്തോഷത്തേക്കാൾ കൂടുതൽ, ജിയാദ ജുദായി കെ ഗം കാ ബയാൻ ജിയാദ മോസർ ഹേ, വിരഹത്തിൻ്റെ, ജുദായി വിരഹം, ജുദായി കെ ഗം കാ ബയാൻ
വിരഹ ദുഃഖത്തിൻ്റെ വിവരണമാണ് ജ്യാദ മോസർ ഹോത്തായ, കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്, കൂടുതൽ എന്താണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. ഇസ് ഖൗൽ സെ ആപ് കഹാ തക് മുത്തഫിക് ഹേ, ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നത്. സാധാരണ ഗസലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു അഭിപ്രായമാണ് അത്. ഗസലുകളിൽ വിരഹ ദുഃഖമാണ് കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്. ഇസ് പർ അപ്നെ ഖയാലാത്ത് വാസ് കീജിയെ, ഈ ഒരു അഭിപ്രായത്തോട്, ഈ ഒരു കൗൾ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുക. एक नया क्लास के साथ फिर मिलेंगे. सबको शुक्रिया.